ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു കോവയ്ക്ക ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ കോവയ്ക്ക 4ആയിട്ട് കീറി വെക്കാം. ഇതുപോലെ വേണം കട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇതെല്ലാതും ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ഇടാം. അതിനായിട്ട് അരിപ്പൊടി 2 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് മുളക് പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് കുരുമുളക് പൊടി. ഇതെല്ലാം കൂട്ടി നന്നായി ഇളക്കി വെക്കാം. ഇതിൽ ഉപ്പിടാൻ മറന്നിട്ടുണ്ട്. ആ വീഡിയോ ക്ലിപ്പ് കിട്ടിയിട്ടില്ല. അപ്പോൾ അതിൽ ഉപ്പും കൂടി ഇടണം കേട്ടോ, മറക്കരുത്. മസാല തേച്ച് വെച്ചത് ഇനി നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 5 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ചൂട് വെളിച്ചെണ്ണയിലിട്ട് വറുത്തെടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നല്ല ചൂടായിട്ട് നമുക്കിത് ഓരോന്നോരോന്നായി പൊരിച്ചെടുക്കാം. ഇതിപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റാം. നമ്മൾ കോവയ്ക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് വഴി ഞങ്ങളെ അറിയിക്കേണ്ടതാണ്. താങ്ക്